വാർത്തകൾ വിശദമായി. ഇരിക്കൂർ നിയോജക മണ്ഡലം ദിശാദർശൻ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച 4ാമത് ഭാഷാമൃതം മെഗാ ഫൈനൽ ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉത്തരമേഖല DIG യതീഷ് ചന്ദ്ര IPS തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഇരിക്കൂർ MLA സജീവ് ജോസഫിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടത്തിവരുന്ന ഭാഷാമൃതം പദ്ധതി വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ ഉണർവേകുമെന്ന് ഉത്തരമേഖല DIG യതീഷ് ചന്ദ്ര IPS അഭിപ്രായപ്പെട്ടു. ശ്രീകണ്ഠാപുരം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മെഗാ ഫൈനൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന തലത്തിൽ തന്നെ പദ്ധതി വിദ്യാഭ്യാസ രംഗത്ത് മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്കീം നടപ്പിലാക്കാൻ ശിക്ഷകന്മാർ വേണം, സ്കൂള് വേണം. അത് വിജയിപ്പിക്കാൻ ഇങ്ങനത്തെ ഒരു മത്സരങ്ങളിൽ ഇങ്ങനത്തെ സന്മനസ്സുള്ളവരെ MLA പങ്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പം നിങ്ങൾ MLA നോക്കിയാൽ നിങ്ങൾ പല ആളുകൾ പല രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അങ്ങനത്തെ നിങ്ങൾ ഒരുപാട് തിരക്കുകളുടെ സമയമാണ്. ഇത്ര തിരക്കിനിടയ്ക്ക് കുട്ടികളിലേക്ക് ഒരു ഭാഷാജ്ഞാനം, ആ ഭാഷ എങ്ങനെ പഠിപ്പിച്ചു തരണം, കുട്ടികളെ എങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോകണമെന്ന ഒരു ചിന്താഗതി തന്നെ നിങ്ങൾക്ക് വന്നത് വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ MLA ആസ് വെൽ ആസ് എല്ലാ ടീമും ഞാൻ എല്ലാവിധ ആശംസകൾ അറിയിക്കും. പിന്നെ ചിലപ്പോൾ കുട്ടികൾക്ക് ഇപ്പം മനസ്സിലാവില്ല. ഞങ്ങളെല്ലാം പഠിപ്പിക്കുമ്പോൾ 2ാമത്തെ ക്ലാസ് കുട്ടി ഉൾപ്പെടെ 7ാമത്തെ ക്ലാസ് കുട്ടികളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല. നാളെ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ, essay റൈറ്റിംഗ് എഴുതുമ്പോൾ, ഇല്ലെങ്കിൽ വൈവ കൊടുക്കുമ്പോൾ, ഇല്ലെങ്കിൽ വേറെ സംസ്ഥാനത്തേക്ക് പോയിട്ട് അവിടെ എന്തെങ്കിലും സംസാരിക്കാൻ വന്നപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനൊരു എന്താ പറയുക ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ മലയാളിയല്ല. ഞങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തിലും പോയിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ അത്ര ഒരു നിങ്ങൾക്ക് പിടിക്കില്ല. അപ്പം ഞങ്ങൾ ഇവിടെ വരണം, വന്നിട്ട് മലയാളം പഠിക്കണം, എഴുതാൻ വായിക്കാൻ, പിന്നെ അതിൽ കൂടെ ഭാഷണം ചെയ്യാൻ അറിയണം. അറിഞ്ഞാലും മാത്രമേ ആ ഒരു കണക്ട് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ എപ്പോഴും എന്താണ് എല്ലാ വിഷയങ്ങളും ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞിട്ട് നിങ്ങളായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പം മലയാളത്തിൽ ആലോചിക്കണം, അപ്പോഴേ മലയാളത്തിൽ പറയാൻ പറ്റും. ഇംഗ്ലീഷിൽ തന്നെ ആലോചിക്കുമ്പോൾ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. അങ്ങനെയാണ് ഭാഷ. MLA സജീവ് ജോസഫ് അധ്യക്ഷനായി. സിനിമാ താരം സ്മിനു സിജോ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സിനിമയിൽ അഭിനയിക്കണമെങ്കിലും പഠിക്കണം, അക്ഷരം അറിയണം. കാരണം ഡയലോഗ് പഠിക്കണമെങ്കിൽ വായിച്ച് ഡയലോഗ് കാണാതെ പഠിച്ചിട്ട് വേണം ഇതുപോലെ പെർഫോം ചെയ്യാൻ. ഇന്ന് പേരൻസിനോട് അവരുടെ കഴിവിനെ കണ്ടെത്തുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. ടീച്ചർമാരോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ എനിക്ക് മാർക്ക് കുറവായിരുന്നു, പക്ഷേ എനിക്ക് സ്പോർട്സിൽ കഴിവുണ്ടായിരുന്നു. ഒരുപാട് ട്രോഫികൾ വാങ്ങിയിട്ടുണ്ട്, കലയിൽ കഴിവുണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ ബാല്യകാലങ്ങളിൽ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ടീച്ചേഴ്സിന് മാർക്കായിരുന്നു ഏറ്റവും പ്രാധാന്യം. പക്ഷേ അത് കാരണം എനിക്ക് എൻ്റെ ബാല്യം കുറേയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, യൗവനവും കുറേയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നേടാൻ പറ്റിയില്ല. പക്ഷേ യഥാർത്ഥ കഴിവും കലയും നമ്മൾ എത്ര മറച്ചു വെച്ചാലും സത്യമുള്ളതാണെങ്കിൽ ലോകം അതിനെ നമ്മുടെ മുന്നിൽ കൊണ്ടെത്തിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ. അതുകൊണ്ട് മാർക്ക് കുറവുള്ള കുട്ടികളെ ഓർത്ത് മാതാപിതാക്കളോ കഴിവ് കുറവുള്ള കുട്ടികളെ ഓർത്ത് ആരും വിഷമിക്കേണ്ട. ഓരോരുത്തരുടെ കഴിവ് കണ്ടെത്തുക, അവരെ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുക. ഇന്നത്തെ ടീച്ചർമാർ അതിന് മുൻപന്തിയിലാണെന്ന് എനിക്കറിയാം. എൻ്റെ കുട്ടികളുടെ ജീവിതം ഉൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്. ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ D. ഷൈനി മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീകണ്ഠാപുരം നഗരസഭ അധ്യക്ഷൻ അഡ്വക്കേറ്റ് EV രാമകൃഷ്ണൻ, ഡോക്ടർ KP ഗോപിനാഥൻ, KP സുനിൽകുമാർ, ഡോക്ടർ RK ബിജു, TM രാജേന്ദ്രൻ, M. ഗീത, ഡോക്ടർ KV ഫിലോമിന എന്നിവർ സംസാരിച്ചു. ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ദിശാദർശന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭാഷാമൃതം മെഗാ ഫൈനലിൽ UP വിഭാഗത്തിൽ വൈത്തൂർ UP സ്കൂൾ 1ാം സ്ഥാനം നേടി. ഫാത്തിമ മാത UPS കുടിയാൻമല 2ാം സ്ഥാനവും മടമ്പം മേരിലാൻഡ് UP സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. LP വിഭാഗത്തിൽ ഗവൺമെന്റ് UP സ്കൂൾ പരപ്പ 1ാം സ്ഥാനവും വൈക്കര 2ാം സ്ഥാനവും സെന്റ് മേരീസ് UP 3ാം സ്ഥാനവും നേടി. 1ാം സ്ഥാനം ലഭിച്ച വിദ്യാലയങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും 2ാം സ്ഥാനം ലഭിച്ച വിദ്യാലയങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതവും 3ാം സ്ഥാനം ലഭിച്ച വിദ്യാലയങ്ങൾക്ക് 50,000 രൂപ വീതവും ലഭിക്കും. കൂടാതെ പഞ്ചായത്ത് തലത്തിൽ 1ാമതെത്തിയ വിദ്യാലയങ്ങൾക്ക് പ്രത്യേക പുരസ്കാരമായി 1 ലാപ്ടോപ്പ് വീതവും ലഭിക്കും. പ്രൈമറി വിദ്യാർത്ഥികളുടെ ഭാഷാ പരിപോഷണത്തിനായി വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന ഭാഷാമൃതം പദ്ധതിയുടെ സമാപനം ശ്രീകണ്ഠാപുരം കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തി. നിയോജക മണ്ഡലം പരിധിയിലെ 96 വിദ്യാലയങ്ങളിൽ നിന്ന് 1000-ലധികം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി മണ്ഡലത്തിൽ പദ്ധതി വിജയകരമായി നടപ്പിലാക്കി വരുന്നു. 6000 വിദ്യാർത്ഥികളിൽ നിന്ന് വിവിധ തലങ്ങളിൽ മൂല്യനിർണ്ണയം നടത്തിയാണ് ജേതാക്കളെ കണ്ടെത്തിയത്. ഇവിടെ MLA യുടെ പ്രവർത്തനം കൊണ്ടാണ്
ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്തത് എന്നൊക്കെ ഇവിടെ പറയുകയുണ്ടായി. ഞാൻ അതിൻ്റെ ഒരു നിമിത്തമാണ് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും നമ്മുടെ അധ്യാപകർക്കാണ് ഞാൻ നൽകുന്നത്. കാരണം വളരെ മത്സരബുദ്ധിയോടെ നമ്മുടെ 96 സ്കൂളിലെ കുട്ടികളെയും മലയാളവും ഇംഗ്ലീഷും ഈ 2 പ്രധാനപ്പെട്ട ഭാഷകൾ തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അവരെ പ്രാപ്തമാക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തു. അതിനൊരു പ്രതലമൊരുക്കാൻ മാത്രമാണ്, ഒരു വേദി ഒരുക്കുക മാത്രമാണ് MLA എന്ന നിലയിൽ ഞാൻ ചെയ്യുന്നത്. ഇത് ആകർഷകമാക്കാൻ വേണ്ടി MLA ഫണ്ടിൽ നിന്നും കഴിഞ്ഞ വർഷങ്ങളിൽ 7 ലക്ഷം രൂപയാണ് സമ്മാനമായി നൽകിയത്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ MLA ഫണ്ടിൽ നിന്നും സമ്മാനം നൽകുന്ന ഒരു പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് നമ്മുടെ മണ്ഡലത്തിലാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മറ്റു ചില MLA-മാർ ഇതേക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. ഏതായാലും നമ്മൾ സ്കൂളുകൾക്ക് MLA ഫണ്ട് നൽകുന്നുണ്ട്. പക്ഷേ ആ MLA ഫണ്ട് കെട്ടിടങ്ങൾക്കും റോഡുകൾക്കും മാത്രമാകാതെ നമ്മുടെ കുട്ടികളുടെ ഭാഷാപരമായ കഴിവ്, പല കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്.